وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرا ولو ألقى معاذيرا لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنا فإذا قرأناه فاتبع قرآنا ثم إن علينا بيانا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം വുജൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ബീവിമാർ, സ്വാലിഹീങ്ങളോടൊപ്പം ഒത്തുചേരുവാൻ നമുക്കൊക്കെ റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 12 ആയത്തുകൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 13 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം ആ ആയത്തുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാം. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉ ബോധ്യപ്പെടുത്തും. യുനബ്ബഉ ബോധ്യപ്പെടുത്തും. അൽ ഇൻസാനു മനുഷ്യൻ, യൗമ ഇദിൻ അന്നത്തെ ദിവസം, യൗമ ദിവസം, യൗമ ഇദിൻ അന്നത്തെ ദിവസം, അന്ത്യനാളിനെ കുറിച്ചാണ്. കഴിഞ്ഞ വചനങ്ങളിലും ആയത്തുകളിലും നാം പഠിച്ചത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അതിന്റെ തുടർച്ച തന്നെയാണ് ഈ ആയത്ത്. യുനബ്ബഉൽ ഇൻസാനു മനുഷ്യൻ ബോധ്യപ്പെടുത്തും. യൗമ ഇദിൻ അന്നത്തെ ദിവസം, അന്ത്യനാളിൽ. ബിമാ ഒരു കാര്യം, ഖദ്ദമ അവൻ മുൻ ചെയ്തതിനെ പറ്റിയും, വഅഖറ പിന്നോക്കമാവുകയും ചെയ്ത, പിന്തിക്കുകയും ചെയ്ത, അവൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചും, ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാതെ മാറ്റിവെച്ച, നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് മരിക്കുന്നത് വരെ ചെയ്യാതെ അവൻ ബാക്കി വെച്ച കാര്യങ്ങളെക്കുറിച്ചും അന്നത്തെ ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ മനുഷ്യരെയും കൃത്യമായി ബോധ്യപ്പെടുത്തും. ഇതാ ഇന്ന കാര്യമൊക്കെ നീ ചെയ്തതാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്തിട്ടുള്ളത്. നാം ചെയ്ത അണുമണി തൂക്കം നന്മകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായും അവിടെ കാണും. അത് നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അല്ലാഹുവേ നമ്മെ ബോധ്യപ്പെടുത്തും. ഒരു കാര്യവും ഒരു നന്മയും നമ്മുടെ കർമ്മരേഖയിൽ നിന്ന് വിട്ടുപോവുകയില്ല, ഒരു തിന്മയും വിട്ടുപോവുകയില്ല. എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. അത് നമ്മെ കാണിച്ചു തന്നുകൊണ്ട് സാക്ഷികളെ മുൻനിർത്തിയിട്ട് തന്നെ അല്ലാഹു തആല ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തും. ഇതെല്ലാം നീ ചെയ്തതാണ്, ഇതൊക്കെ നീ ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങളൊന്നും നീ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും അന്ത്യനാളിൽ. അതാണ് 13-ാമത്തെ ആയത്തിന്റെ അർത്ഥം. യുനബ്ബഉ ബോധ്യപ്പെടുത്തും, വൃത്താന്തം അറിയിക്കപ്പെടും, കൃത്യമായി സാക്ഷികൾ മുഖേന അവനെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ.
ബൽ പക്ഷേ അൽ ഇൻസാൻ മനുഷ്യൻ, ബലിൽ ഇൻസാനു പക്ഷേ മനുഷ്യൻ, അലാ നഫ്സിഹി നഫ്സ് ശരീരം, അലാ നഫ്സിഹി അവന്റെ ശരീരത്തിന്റെ മേൽ, ബലിൽ ഇൻസാനു പക്ഷേ മനുഷ്യൻ, അലാ നഫ്സിഹി അവന്റെ ശരീരത്തിന്റെ മേൽ, സ്വന്തത്തിന്റെ മേലിൽ, ബസ്വീറ ദൃക്സാക്ഷിയായിരിക്കും. സാക്ഷികളായിട്ടേ വേറെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ടതില്ല. നമ്മുടെ ശരീരം തന്നെയും സാക്ഷിയാണ്. നാം നടന്നുപോയ ഈ ഭൂമി, നാം ജീവിച്ച ഭൂമി, നാം ഹറാമുകൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ നമ്മുടെ വീട്, എവിടെ ഏത് ഭൂമി ലോകത്ത് വെച്ചുകൊണ്ടാണോ നാം ചെയ്തത്, ആ ഭൂമി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയായിരിക്കും. നമ്മുടെ സ്വന്തം ശരീരം തന്നെയും സാക്ഷിയായിരിക്കും. സൂറത്ത് യാസീനിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. അവിടെ നാവ് കൊണ്ടുള്ള വർത്തമാനം പരലോകത്തിലില്ല. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകളാണ് സംസാരിക്കുക, കൈകളാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുക. വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവര് ദുനിയാവിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം കണ്ടിട്ടുണ്ടോ, എന്തെല്ലാം കേട്ടിട്ടുണ്ടോ, എവിടേക്കെല്ലാം പോയിട്ടുണ്ടോ, ആരും അറിയാതെ, സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും അറിയാതെ ചെയ്ത രഹസ്യമായ വിഷയങ്ങളാകട്ടെ അതുപോലും വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, നമ്മുടെ ശരീരം അറിഞ്ഞിട്ടുണ്ടാകും അല്ലെ, മറ്റാരും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ശരീരം അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കൈകൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ, നമ്മുടെ കാലറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ണറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെവി അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലയറിഞ്ഞിട്ടുണ്ട്, തലച്ചോറകൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഞാനാകുന്ന നമ്മളാകുന്ന നമ്മുടെ ശരീരം അറിഞ്ഞു. അതുകൊണ്ട് വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, കാലുകൾ സാക്ഷി നിൽക്കും, കൈകൾ സംസാരിക്കും, ശരീരം, നമ്മുടെ ശരീരം തന്നെയും നമുക്ക് സാക്ഷിയായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു കാക്കുമാറാവട്ടെ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസ്വീറ, അത് മാത്രമല്ല മനുഷ്യൻ തനിക്ക് തന്നെ എതിരിൽ തെളിവായിരിക്കും. എനിക്ക് എതിരെ നാളെ പരലോകത്ത് നിൽക്കുകയാരാ? ഏറ്റവും വലിയ എതിരാളി സാക്ഷിയായി വരിക ഞാൻ തന്നെയായിരിക്കും, നമ്മൾ തന്നെയായിരിക്കും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ. തുടർന്ന് അള്ളാഹു പറയുന്നത് നോക്ക്, വലൗ അൽഖാ മഅദീറ, വലൗ അൽഖാ അവൻ സമർപ്പിച്ചാലും ശരി, അവൻ സമർപ്പിച്ചാലും ശരി, അവൻ ഇട്ടാലും ശരി, അല്ലെങ്കിൽ അവൻ കാട്ടിയാലും ശരി, മഅദീറ അവന്റെ ഒഴിവ് കഴിവുകളെ. ഓരോ മനുഷ്യനും അവന്റെ സാക്ഷികൾ സ്വന്തം ശരീരത്തെ തന്നെ സാക്ഷിയായി കൊണ്ടുവന്ന് മലക്കുകൾ സാക്ഷിയായിരിക്കും, അതേ പ്രകാരം ഭൂമി സാക്ഷിയായിരിക്കും, വിവിധ സാക്ഷികളുണ്ട്. ആ സാക്ഷികളെ മുഴുവനും അവിടെ ഹാജരാക്കി ഓരോ മനുഷ്യന്റെയും നന്മകളും തിന്മകളും കൃത്യമായി വിലയിരുത്തപ്പെടുകയും അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ദുനിയാവിൽ നിന്ന് ചെയ്ത സർവ്വ കാര്യങ്ങളും, ചെയ്യാതെ മാറ്റിവെച്ച ഉപേക്ഷിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ അവരെ ബോധ്യപ്പെടുത്തും. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹു പറയാ, വലോ അൽഖാ മഅദീറ, അവൻ തന്റെ ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും ശരി. മഅദീർ ഉദ്ർ കാരണം, ഒഴിവ് കഴിവുകൾ, മഅദീറ ഒഴിവ് കഴിവുകൾ. ഓരോന്നിനും ഞാനത് ചെയ്യാതിരുന്നത്, അത് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ്, അതല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നത് ഇന്ന കാരണം കൊണ്ടാണ്. എന്ത് തന്നെ ഒഴിവ് കഴിവുകളും, എത്ര തന്നെ അവൻ വിനയാന്വിതനായി എന്ത് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉദ്ർ ബോധിപ്പിച്ചാലും അവനെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 15-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13, 14, 15 ആയത്തുകൾ, നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല, എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. എത്രയോ മരണങ്ങൾ നമ്മുടെ ചെവികളിലേക്ക് വരുമ്പോ നമ്മൾ പറയാറുണ്ട്, അവനോ ഇന്നലെ കണ്ടവനല്ലേ, എന്ത് നല്ല ആരോഗ്യമുള്ള തടിയായിരുന്നു, നല്ല ചുള്ളനായിരുന്നു, എന്നിട്ടും അവൻ മരിച്ചോ? അതിന് പല പേരുകളിടും അല്ലേ? ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലകളിൽ ഇടുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന പുതിയ എന്തെങ്കിലും ഒരു പേരിടും. അറ്റാക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകളിടും. പെട്ടെന്ന് അങ്ങോട്ട് മരണപ്പെട്ടു എന്ന് പറയും. നാളെ ഒരു ദിവസം ഞാനും മരണപ്പെടേണ്ടവരാണ്, നിങ്ങളും മരിക്കും. ഞാൻ മരിച്ചെന്ന വിവരം നിങ്ങൾ അറിയും, നിങ്ങൾ മരണപ്പെട്ട വിവരം ഞാൻ അറിയും. ആ സമയത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും മറുപടി പറയപ്പെടേണ്ടി വരും എന്ന കൃത്യമായ ബോധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു തആല നബിയോട് പറയാം,
ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. ലാ തുഹർരിക്, നബിയെ നീ ഇളക്കരുത്, നബിയെ നീ ചലിപ്പിക്കരുത്, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട്, ഖുർആൻ കൊണ്ട് നീ ചലിപ്പിക്കരുത്, ലിസാനക നിന്റെ നാവ്, ലിസാന് നാവ്, കാ നിന്റെ, ലിസാനക നിന്റെ നാവ്, ലിതഅജല ബി അതിന് നീ ധൃതിപ്പെടുവാൻ വേണ്ടി, വേഗത്തിലാക്കുവാൻ വേണ്ടി, നബിയെ നീ ഖുർആൻ ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതുകൊണ്ട് നീ ഇളക്കേണ്ട എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, ഇന്ന തീർച്ചയായും, അലൈന നമ്മുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹു പറയാണ്, ഇന്ന അലൈന തീർച്ചയായും നമ്മുടെ മേലാണ് ബാധ്യത നബിയെ, ജംഅഹു ആ ഖുർആനിനെ ഒരുമിച്ച് കൂട്ടൽ, ജംഅ ഒരുമിച്ച് കൂട്ടുക, ജംഅഹു ആ ഖുർആനിനെ ഒരുമിച്ച് കൂട്ടൽ, അതേ പ്രകാരം വഖുർആനഹു അതിനെ ഓതിത്തരലും, വിശുദ്ധ ഖുർആനിനെ അതിനെ ഒരുമിച്ച് കൂട്ടലും അത് ഓതിത്തരുക എന്നതും നമ്മുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് നബിയെ നിന്റെ നാവിനെ വിശുദ്ധ ഖുർആനിന് വേണ്ടി ധൃതി കൂട്ടുവാൻ നിന്റെ നാവിനെ അതുകൊണ്ട് നീ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതില്ല. ഇത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിന്റെ വഹ്യുമായി വരും. ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വരും. വഹ്യുമായി വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സ്ഥലം വിടുന്നതിന്റെ മുമ്പ് തന്നെ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്ന ആ ആയത്തുകൾ അത് മനഃപ്പാഠമാക്കുവാൻ, പിന്നീട് ഒരിക്കലും അത് മറന്നു പോകാതിരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? ധൃതിയിൽ ഇങ്ങനെ നാവിട്ടുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടതില്ല, ഇങ്ങനെ വല്ലാതെ വിഷമിക്കേണ്ടതില്ല, നാവ് കൊണ്ട് ഇങ്ങനെ അത് മനഃപ്പാഠമാക്കുവാനും അത് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലി ജിബ്രീൽ പോകുന്നതിന്റെ മുമ്പ് അത് മറന്നു പോകുമോ എന്ന വേജാറൊന്നും അങ്ങേക്ക് വേണ്ടതില്ല. കാരണം അങ്ങയുടെ മനസ്സുകളിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുക എന്നതും അതിനെ ഒരുമിച്ച് കൂട്ടുക എന്നതും അത് പാരായണം ചെയ്ത് അങ്ങയെ പഠിപ്പിക്കുകയും അങ്ങേക്ക് അത് പാരായണം ചെയ്ത് തരിക എന്നതൊക്കെ അത് എന്റെ ബാധ്യതയാണ് നബിയെ. അല്ലാഹു പറയാണ്, ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത് മറന്നു പോകുമോ, അത് മനഃപ്പാഠമാക്കാതെ പോകുമോ എന്ന ഒരു വേദനയൊന്നും, എന്ന ഒരു ബേജാറൊന്നും അങ്ങേക്ക് വേണ്ട. അതിനു വേണ്ടി ഇങ്ങനെ നാവിട്ട് വല്ലാതെ വിഷമിക്കേണ്ടതില്ല, ആവർത്തിച്ച് പറയേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, തീർച്ചയായും നബിയെ അത് അങ്ങയുടെ മനസ്സിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുക, അതിനെ ഒരുമിച്ച് കൂട്ടുക, അതേ പ്രകാരം അത് കൃത്യമായി അങ്ങേക്ക് വേണ്ടതുപോലെ മനസ്സിലാകുന്നത് പോലെ അങ്ങയുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അത് ഓതി തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് നബിയെ. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനാ, ഫഇദാ ഖറഅനാഹു ആകയാൽ നാം അതിനെ ഓതി തന്നാൽ, അല്ലാഹു പറയാ, നാം ജിബ്രീലിനെ പറഞ്ഞയച്ചു, ജിബ്രീലിലൂടെ നാം അത് നബിയെ നേക്ക് നാം ഓതി തന്നാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ഫത്തബിഅ, നീ പിൻപറ്റുക, ഖുർആനഹു ആ വായനയെ നീ പിന്തുടർന്നാൽ മതി. നിന്റെ മനസ്സിൽ അത് ഉറപ്പിച്ചു തരുത്തും, നിനക്കത് മനഃപ്പാഠമാക്കി തരും. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നീ ആ ഓതി കേട്ടത് പിന്നീട് അതിന്റെ ആ പാരായണം, അതിന്റെ വായന അത് നീ പിൻപറ്റിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. സുമ്മ ഇന്ന അലൈനാ ബയാനാ, സുമ്മ പിന്നീട്, ഇന്ന അലൈന നമ്മുടെ മേൽ ബാധ്യതയുണ്ട്, പിന്നീട് നമ്മുടെ മേൽ ബാധ്യതയുണ്ട്, ബയാനഹു അതിന്റെ വിവരണം നൽകലും, ബയാന് വിശദീകരണം, നാം പറഞ്ഞു തരുന്ന ആ വിഷയത്തിന്റെ അതിന്റെ കൃത്യമായ വിശദീകരണം നൽകുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. അതെന്റെ ബാധ്യതയാണ് നബിയെ. അതുകൊണ്ട് അത് മറന്നു പോകുമോ, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ബേജാർ അങ്ങേക്ക് വേണ്ട. അതൊക്കെ അങ്ങയുടെ മനസ്സിൽ ദൃഢമാക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. അത് ഞാൻ ഓതി തന്നാൽ ആ വായനയെ അത് അതേപോലെ അങ്ങ് പിൻപറ്റിയാൽ മതി, അത് മാത്രം അങ്ങ് ചെയ്താൽ മതി എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ ആയത്തുകളിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങൾ. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനഃപ്പാഠമാക്കാൻ ജിബ്രീൽ പോകുന്നതിന്റെ മുമ്പ് തന്നെ ആവർത്തിച്ചിരുന്നുവെന്നും, എന്നാൽ ഈ ആയത്ത് അവതരിച്ചതോടുകൂടെ
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തിരിച്ചു പോകുന്നത് വരെ തല താഴ്ത്തി ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്നത് ശ്രദ്ധാപൂർവം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്, ഞാനത് ഉറപ്പിച്ചു നിർത്തും. അത് ഒരുമിച്ച് കൂട്ടുക എന്നത്, അത് ഓതിത്തരിക എന്നത്, അതിന്റെ വിശദീകരണം നൽകുക എന്നത് എന്റെ ബാധ്യതയാണ് എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമായിരുന്നു. അള്ളാഹു ചെയ്ത ആ വാഗ്ദാനം പോലെ ജിബ്രീൽ അലൈഹിസ്സലാം പോയി കഴിഞ്ഞാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതി കേൾപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും സ്വഹാബികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധയോടെ അത് തലകുനിച്ച് ശ്രദ്ധയോടെ അത് കേൾക്കുക മാത്രമാണ് ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേ പ്രകാരം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അല്ലാഹു തആല പറഞ്ഞത് ഇന്ന അലൈനാ ജംഅ, അതിനെ സമാഹരിച്ചു തരിക എന്നത് എന്റെ ബാധ്യതയാണ് എന്നതാണ്. അപ്പോൾ ഇറങ്ങുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ സമയങ്ങളിലാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അവതരണം ഉണ്ടായത്. ഒറ്റയടിക്ക് ഇറങ്ങിയതല്ല. 23 വർഷക്കാലങ്ങളെ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിവിധ സന്ദർഭങ്ങളിലാണ് ഇറങ്ങിയത്. എന്നാൽ ആ സമയങ്ങളിൽ ഇറങ്ങുന്ന ആ വചനങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാത്ത വിധം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച്, അത് മറക്കാതെ ഉറപ്പിച്ച് മനഃപ്പാഠമാക്കി കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹു തആല ആ ഉറപ്പാണ്, ആ ഓഫറാണ്, ആ വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത്. അതേ പ്രകാരം പിന്നീട് അല്ലാഹു തആല പറഞ്ഞതാണ് സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നീട് അത് വിവരിച്ചു തരിക എന്നതും നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നതാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില വിശുദ്ധ ഖുർആന് ചില ആയത്തുകളിന്റെ വിശദീകരണം മറ്റു ചില ആയത്തുകളിലായിരിക്കും, ചില സൂറത്തുകളുടെ അതിന്റെ വിശദീകരണം മറ്റു ചില സൂറത്തുകളിലായിരിക്കും ഉണ്ടാവുക, ചില വിശദീകരണങ്ങൾ ഉണ്ടാവുക ഹദീസുകളിലൂടെയായിരിക്കും. അതുകൊണ്ടാണ് ഹദീസുകളും പ്രമാണമായി മാറുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ ഖുർആനിലൂടെ വിശദീകരണങ്ങളുണ്ട്. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ, പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ അതിൻ്റെതായ വിശദീകരണങ്ങൾ ഉണ്ടാകും. ഈ നിലക്കെല്ലാം വിശദീകരണം നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക എന്നതും അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ അത് കൃത്യമായി സ്വീകരിക്കുക എന്നതും നമ്മുടെയൊക്കെ മേൽ ബാധ്യതയാണ് എന്ന മഹത്തായ പാഠങ്ങൾ ഈ ഹദീസുകളിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടുകൂടെ 18ാമത്തെ ആയത്തിൽ ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞു, നബിയെ നാം അത് ഓതി തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റുക. അത് നമുക്ക് വലിയ പാഠമാണ്. നാം സനാബിലിന്റെ ഖുർആൻ പഠന പദ്ധതിയിലൂടെ നമ്മുടെ സംഗമത്തോടുകൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 3ഓളം സനാബിൽ ഖുർആൻ പാരായണ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ തജ്വീദിന്റെ നിയമങ്ങൾ, എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, യാതൊരു ദുന്യവിയായ യാതൊരു കാര്യലാഭവും ഇല്ലാതെ റഹ്മാനായ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അല്ലാഹു തആല നബിയോട് പറഞ്ഞു, ഓതി തന്നാൽ, ഒരു തെറ്റ് തിരുത്തി തന്നാൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കരുത്. അത് നമുക്കുള്ള പാഠമാണ്. ആ തെറ്റ് ആവർത്തിക്കരുത്. ഫത്തബിഅ ഖുർആന, ആ തെറ്റ് തിരുത്തി അത് പിന്നീട് വളരെ ശ്രദ്ധയോടുകൂടെ അതിനെ പിൻപറ്റണം എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സനാബിൽ ഖുർആൻ പഠന ഇതിലൂടെ വർഷങ്ങളായി എന്റെ ശബ്ദം കേട്ടുകൊണ്ട് എന്നെ നിങ്ങൾക്കൊക്കെ പലർക്കും പരിചയമുണ്ടാകും. ശബ്ദത്തിലൂടെയെങ്കിലും എന്നെ പരിചയമുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ ഞായറാഴ്ച നവംബർ 30-ാം തീയതി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വിവരം ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഒക്കെ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടാകും എന്ന് പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വേദനകൾ, രോഗങ്ങളെ കൊണ്ട് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. കാലിൽ തറക്കുന്ന മുള്ളുകൾ പോലും പാപം പരിഹാരത്തിന്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന്
എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ സഹിച്ച മുഴുവൻ വേദനകളും അള്ളാഹുവെ അവരുടെ മഗ്ഫിറത്തിന് കാരണമാക്കണം റഹ്മാനെ. അവർ ചെയ്തിട്ടുള്ള എല്ലാവിധ നന്മകളും ഒരംശം പോലും നഷ്ടപ്പെടാത്ത വിധം അള്ളാഹുവെ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവെ എൻ്റെ ഉമ്മയുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണം റഹ്മാനെ. അവരോട് എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയെങ്കിൽ നീ മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ എൻ്റെ ഉമ്മയെയും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുവെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിൽ. എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രകാശപൂരിതമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുമായി സനാബിലുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ, അബൂബക്കർ ഹാജിയെ പോലെയുള്ള ആളുകൾ ഖബറുകളിലാണ്. അള്ളാഹുവെ നീ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ വിട പറയുമ്പോൾ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി യഥാർത്ഥ വിശ്വാസികളായി ലോകത്ത് നിന്ന് വിട പറയുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ സത്യവിശ്വാസികളോടൊപ്പം നാളെ നിന്റെ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. അള്ളാഹുവേ സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ ഏവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി ആത്മാർത്ഥമായ റബ്ബിനോട് ദുആ ചെയ്യണേ എന്ന് പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടുകൂടെ വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും കിട്ടുന്ന യഥാർത്ഥ മക്കളിൽ, നല്ല മക്കളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.